6 വർഷത്തോളം അച്ഛൻ കൈയടക്കിയ കലോത്സവ വേദിയിൽ 33 വർഷങ്ങൾക്ക് ശേഷം മത്സരാർത്ഥിയായി മകളെത്തി. അതും അച്ഛൻ്റെ ശിക്ഷണത്തിൽ തന്നെ. കലോത്സവ വേദിയിൽ മകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പിതാവെന്ന നിലയ്ക്ക് മാത്രമല്ല, ഗുരുവെന്ന സ്ഥാനവും പ്രമോദ് മാഷിന് പകർന്നു നൽകിയത് വലിയ സന്തോഷമാണ്. അച്ഛനിറങ്ങിയ സംസ്ഥാന കലോത്സവ വേദിയിൽ 2025 മകളെത്തുന്നു. അതേ അച്ഛന്റെ ശിഷ്യയായി. ഇപ്പോൾ ഇതാ ഞാൻ ഇത്രയും വർഷം പങ്കെടുത്ത് കുട്ടികളെയൊക്കെ മത്സരിപ്പിച്ച വേദിയിൽ സ്വന്തം മോളെ കളിപ്പിക്കുക എന്നുള്ള ഒരു ചാരിതാർത്ഥ്യവും കൂടി സ്വന്തമായി. സന്തോഷം. പാലക്കാട് PMG സ്കൂളിലെ 8ാം ക്ലാസ്സുകാരിയുടെ സംസ്ഥാന വേദിയിലേക്കുള്ള കന്നി പ്രവേശമാണിത്. ഗുരു അച്ഛൻ തന്നെ. നമ്മൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുമ്പോൾ ഒരു കുട്ടി ഗുരുവിൻ്റെ നിന്ന് കിട്ടുന്ന വഴക്കും അതുമൊക്കെ വന്ന് പരാതി പറയുന്നതും സാന്ത്വനം കണ്ടെത്തുന്നതും രക്ഷിതാക്കൾ, അച്ഛൻ, അമ്മ അവിടെയൊക്കെയാണ്. ഇത് ഈ ഒരു സാഹചര്യത്തിൽ പ്രാക്ടീസ് കുറവാകുമ്പോൾ ശിക്ഷിക്കുന്നതിനും വഴക്ക് പറയുന്നതിനും അതിനൊക്കെ വന്ന് പരാതി പറയേണ്ടതും എൻ്റെ അടുത്ത് തന്നെയാണ്. കരയുകയാണെങ്കിൽ ആ കരച്ചിലും ഞാൻ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഒരു ഗുരു എന്നുള്ള നിലയ്ക്കുള്ള കണിശക്കാരനായ ഒരു ഗുരു എന്നുള്ള നിലയ്ക്കുള്ള പ്രാക്ടീസ്, ചിട്ടയായ പ്രാക്ടീസിനുള്ള നിർബന്ധ ബുദ്ധിയും അതേസമയം ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്കുള്ള സാന്ത്വന വാക്കുകളും ഒരുമിച്ച് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. ചില സമയത്ത് കണിശക്കാരനായ ഒരു ഗുരുവാണ്, ചില സമയത്ത് ഫ്രീഡം ഉള്ള അച്ഛനാണ്, എന്തും പറയാം. പക്ഷേ ചില സമയത്ത് ഇതുപോലെ പ്രാക്ടീസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ നല്ല സ്ട്രിക്റ്റാണ്. പെർഫെക്ഷൻ്റെ കാര്യത്തിലായാലും സ്ട്രിക്ട്നെസ് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പോയി സംസാരിക്കുമ്പോൾ അച്ഛൻ നല്ല ഫ്രീ ആണ്. അച്ഛൻ പഠിപ്പിച്ച ഓരോ പാഠവും വേദി ലെവൽ ചുവടുകളാക്കി. ഭാവങ്ങൾ മുഖത്തങ്ങനെ മിന്നി മറിഞ്ഞു. പ്രമോദ് മാഷിന് ഒരേ സമയം ഗുരുവിന്റെയും അച്ഛന്റെയും സന്തോഷം. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം തലസ്ഥാന നഗരിയിൽ നിന്നും സുനിഷ യെല്ലൂർ.